ഓസ്ട്രേലിയയിലെ വാലി കോൺറാൻ 1980കളിൽ ഉണ്ടാക്കിയിട്ടുള്ള ലാബ്രഡൂഡിൽ ആണ് ഡിസൈനർ ഡോഗ്സിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയിട്ടുള്ള ബ്രീഡ്. പൂഡിലിനെ പോലെ കുറച്ച് രോമം മാത്രം ഷെഡ് ചെയ്യുകയും ലാബ്രഡോറിനെ പോലെ യജമാനോട് ഏറ്റവും ലോയൽ ആയിട്ട് പെരുമാറുകയും ചെയ്യുന്ന ഇവര് ഹൈപ്പോ അലർജനിക് ആണ്. അതുകൊണ്ട് തന്നെ അലർജി ഉള്ളവരുടെ പോലും ഗൈഡ് ഡോഗ് ആയിട്ട് ലാബ്രഡൂഡിൽസിനെ കാണാറുണ്ട്. ലാബ്രഡൂഡിലിനെ പോലെ തന്നെ ഗോൾഡൻ റിട്രീവേഴ്സിനെ പൂഡിലുമായിട്ട് ബ്രീഡ് ചെയ്തിട്ടാണ് ഗോൾഡൻ ഡൂഡിൽസ് ഉണ്ടായിട്ടുള്ളത്. ഇവരും ഗൈഡ് ഡോഗ്സും തെറാപ്പി ഡോഗ്സുമായിട്ട് ഷൈൻ ചെയ്യുന്നവരാണ്. ഇനി പരാജയപ്പെട്ടിട്ടുള്ള ഒരു ഡിസൈനർ ഡോഗാണ് ഗോൾഡഡോർ. ഗോൾഡൻ റിട്രീവറിനെയും ലാബ്രഡോറിനെയും ക്രോസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡിസൈനർ ഡോഗിനെ രണ്ട് ബ്രീഡുകളെക്കാട്ടും കൂടുതൽ രോമം കൊഴിച്ചിലായിരുന്നു ഒരു പ്രധാന പ്രശ്നം. പഗിൾ എന്ന് പറഞ്ഞിട്ട് പഗ്സിനെയും ബീഗിളിനെയും ക്രോസ് ചെയ്തിട്ടും ഒരു ബ്രീഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പഗിൻ്റെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒന്നും തന്നെ പഗിളിലില്ല. വീന ഡോഗ്സ് എന്ന് പറയുന്ന ഡാഷ് ഹൺസിനെ ശിവാവയായിട്ട് ബ്രീഡ് ചെയ്ത് ഡിസൈൻ ചെയ്ത ഡോഗാണ് ട്വീനി. മെക്സിക്കൻ ഹോട്ട് ഡോഗ്സ് അല്ലെങ്കിൽ ജർമ്മൻ ടാക്കോസ് എന്നൊക്കെയാണ് ഈ ബ്രീഡിനെ വിളിക്കുന്ന മറ്റ് ഓമന പേരുകൾ. ഡാഷ് ഹൺസിൻ്റെ ബാക്ക് പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനൊരു ബ്രീഡ് ഡിസൈൻ ചെയ്തത്. പോംസ്കീസ് എന്ന് പറയുന്നത് പോമറേനിയൻസിനെയും ഹസ്കീസിനെയും ക്രോസ് ചെയ്തുണ്ടാക്കിയ ബ്രീഡാണ്. ഒരു മിനിയേച്ചർ ഹസ്കി ആയിട്ടാണ് ഇവർ എന്നും നിലനിൽക്കുക.